മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ രാജ്യസഭാ സീറ്റ് പ്രതിസന്ധി ഇടതുമുന്നണിയിൽ കീറാമുട്ടിയാവുകയാണ്. സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPIയും കേരള കോൺഗ്രസ് എമ്മും. CPI നേതൃത്വവുമായി രാവിലെ CPM ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മുമായുള്ള ചർച്ചകൾ നടക്കുകയാണ്. അവിടെ ജോസ് കെ മാണി അടക്കമുള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിലുള്ള അവരുടെ പ്രതികരണവും നമുക്ക് പ്രതീക്ഷിക്കാം. രാജ്യസഭാ സീറ്റിന് പകരം ക്യാബിനറ്റ് റാങ്കിലുള്ള പദവിയാണ് CPM മറ്റ് ഘടകകക്ഷികൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ CPI ആവട്ടെ കേരള കോൺഗ്രസുമായിട്ട് തയ്യാറായിട്ടില്ല എന്നതാണ് നിലവിലുള്ള സാഹചര്യം. സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാവിലെ നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ CPIയും CPMും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടം ഇപ്പം കഴിഞ്ഞു. അടുത്ത ഘട്ടം ഇനിയും ഉണ്ടാകും. സീറ്റ് CPIക്ക് തന്നെ കിട്ടുമോ? CPIക്ക് കിട്ടിയേ തീരൂ. വിട്ടുവീഴ്ചക്കില്ലല്ലോ. ചില കാര്യങ്ങൾ വിട്ടുവെച്ച് പറ്റില്ല. ഇതാണ് CPIയുടെ നിലപാട്. പക്ഷേ ഇതിനേക്കാൾ കടുത്ത നിലപാടിലേക്ക് വരികയാണ് കേരള കോൺഗ്രസും. കേരള കോൺഗ്രസിന്റെ കടുത്ത നിലപാട് ഇങ്ങനെയാണ്: രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ 100% തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് കേരള കോൺഗ്രസും പറയുന്നത്. ഇടതുമുന്നണി നേതാക്കളെ കൃത്യമായി തങ്ങളുടെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്റ്റീഫൻ ജോർജ്, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. മറ്റൊരു മുന്നണിയിലേക്കും ഇപ്പോൾ തങ്ങളില്ല. കഴിഞ്ഞ ദിവസം BJPയിലേക്ക് കേരള കോൺഗ്രസും BJPയും തമ്മിൽ ചില ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾ ന്യൂസ് 18 തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യസഭാ സീറ്റിനെ കുറിച്ചുള്ള പ്രതിസന്ധികൾ വളരെ പെട്ടെന്ന് പരിഹരിക്കുമെന്നാണ് സ്റ്റീഫൻ ജോർജ് പറയുന്നത്. ആദ്യം സ്റ്റീഫൻ ജോർജിന്റെ വാക്കുകൾ. LDFിൽ തന്നെ തുടരും കേരള കോൺഗ്രസും. 101% തുടരുവാൻ സംശയമൊന്നുമില്ല. ഈ വാർത്തയൊന്നും നമ്മളെ സഹായിക്കാനല്ല. ഈ വാർത്തയൊക്കെ ഇതിനകത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചില കേന്ദ്ര നമുക്ക് അതിലേക്ക് വരാം. ജോസ് കെ മാണി ഇപ്പോൾ മാധ്യമങ്ങളെക്കാണ് ഉഭയകക്ഷി ചർച്ചകൾ. ഇന്ന് ചർച്ച നടന്നു. പ്രധാനമായും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. അത് വളരെ പേഷ്യൻ്റോടുകൂടി കേട്ടു. അതിൻ്റെ തീരുമാനം തിങ്കളാഴ്ച LDF ഉണ്ട്. LDF തിങ്കളാഴ്ച ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. സീറ്റ് കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പ് നൽകിയോ? സീറ്റ് നൽകാം അല്ല, ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നുള്ളത് കൃത്യമായിട്ട് CPMനോട് അവതരിപ്പിച്ചു. അപ്പോൾ അവരെല്ലാം വളരെ പേഷ്യൻ്റോടുകൂടി കേട്ടു. അതിനുശേഷം എന്താണെന്നുള്ള തീരുമാനം തിങ്കളാഴ്ച അറിയിക്കാം. CPI ഉറച്ചു നിൽക്കുകയാണ്. അല്ല, എനിക്ക് അവരുമായിട്ടുള്ള ചർച്ച എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർ തീർച്ചയായിട്ടും അവരുടെ അവകാശം പറഞ്ഞു കാണുമായിരിക്കും. കേരള കോൺഗ്രസ് മുന്നണി വിടുമെന്ന ഒരു അഭ്യൂഹം പരത്തുന്നുണ്ട്. അത് പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ? കേരള കോൺഗ്രസിനെ UDFിൽ നിന്ന് പുറത്താക്കി അല്ലേ? അതാണല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ UDF കൺവീനർ ബെന്നി ബെഹ്നാൻ പറഞ്ഞ് കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നത്. ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ ഒപ്പം നിന്നു. ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. അതിലൊരു മാറ്റമില്ല. ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും, പരാജയം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നിൽ മാറ്റുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മാധ്യമം ചില പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കി ചർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് അവർക്കെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അങ്ങനെ ചർച്ചകൾ നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ന്യൂസ് ആവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റീഡർഷിപ്പും അതുപോലെ വ്യൂവർഷിപ്പും കൂടുമായിരിക്കും. ചില കൗതുകങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല. അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല. അങ്ങനെ ആരുടെ അടുത്തും ഒരു മുന്നണിയുടെ അടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ്. അത് ഏതെങ്കിലും നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജയവും പരാജയവും ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ ജയിക്കും, ആരെങ്കിലും ഒരാൾ പരാജയപ്പെടും. അപ്പോൾ അതൊന്നും പറഞ്ഞപ്പോഴും മുന്നണി മാറുകയാണോ? അല്ലല്ലോ, ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച അതിനകത്ത് ഒരു മാറ്റവും. മുന്നണിയുടെ ചിത്രത്തിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് കേരള കോൺഗ്രസ് അല്ല, ഞാൻ കേരള കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ, അതിൻ്റെ അർഹതപ്പെട്ട കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് രാജ്യസഭ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു.
അപ്പോൾ അതിനകത്ത് മറ്റേ മെസ്സേജുകളെല്ലാം ഉണ്ട്. കോട്ടയത്ത് പരാജയപ്പെട്ടതോടെ ശരിക്കും പാർലമെന്റിലേക്കുള്ള പ്രാതിനിധ്യം തന്നെ പാർട്ടിക്ക് ഇല്ലാതാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൂടിയാണോ CPM? ഞങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട്, എത്രയോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ, അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അല്ല, അതൊരു ചർച്ചയും അതിനകത്ത് ഉള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഇവിടെ അതിൻ്റെ പ്രധാനമായും കേരള സംസ്ഥാനത്ത് ഒരു ട്രെൻഡായിരുന്നു. ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈ പറയുന്ന കോട്ടയത്ത് നിന്ന് മാത്രമല്ല, ഇനി കോട്ടയം എടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബലത്തിലാണോ അവർ ജയിച്ചത്? ഏതെങ്കിലും ഒരു മുന്നണിയുടെ ബലത്തിലാണോ ഇതെല്ലാം കൂടെ ജയിച്ചതല്ല. സാധാരണക്കാരായ ജനങ്ങളുണ്ട്, ആ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയവുമില്ല. അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചല്ല ജയിച്ചത്. അപ്പോൾ അത് ജയിച്ചു, ഞങ്ങളത് മാനിക്കുന്നു. അതിന് ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ല, ജയവും പരാജയവും ഉണ്ടാവും. ഇതൊക്കെ എല്ലാം അത് എത്രയോ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഞാനത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാവും, അത് ജനങ്ങളല്ല തീരുമാനിക്കും. ഞങ്ങൾ ആ ജനങ്ങളെ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനത്തിനെ പൂർണ്ണമായിട്ട് മാനിക്കും. പദവികൾ നിലനിർത്താമെന്ന ധാരണയുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പല ധാരണകളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു. എൻ്റെ വിശ്വാസം ഉചിതമായ തീരുമാനം CPM എടുക്കും. CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ്. ജോസ് കെ മാണി അങ്ങനെ പറയാൻ തയ്യാറാണ്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ഡിസ്കഷൻ നടന്നു, അതെല്ലാം നമ്മൾ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ലോ. പദവികൾ അംഗീകരിക്കുമെന്നുള്ളതാണ്. ഒരു പദവി അങ്ങനെ ഇല്ലാതാനും അങ്ങനെ ആലോചിച്ചിട്ടുമില്ല, അങ്ങനെ ഒന്നും ഇല്ലതാനും അല്ല. അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ, അങ്ങനെ ഒരു ചർച്ചയില്ല. അതും ചില പൊളിറ്റിക്കൽ ഗോസിപ്പിന്റെ ഇടയ്ക്ക് വന്നു. ഏതാണ് വേറൊരു പദവി, രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ, അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ. അല്ല, ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചിട്ട് തിങ്കളാഴ്ച LDF ഉണ്ട്, ആ LDF വരുമ്പോൾ ഞങ്ങൾ തീരുമാനം. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ പൊളിറ്റിക്കൽ ഗോസിപ്പ് ശ്രദ്ധിച്ചോണം, അത് വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് വരുന്നു, കേരള കോൺഗ്രസ് പാർട്ടിയെ UDF നിന്ന് പുറത്താക്കി അത് മാധ്യമങ്ങളുടെ മുമ്പിൽ അന്നത്തെ UDF കൺവീനർ പറഞ്ഞതാണ്. അതിൽ കൃത്യമാണ്. ഇനി ഞങ്ങൾ പുറത്ത് പോയതല്ല ഒന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 3 മാസം വെയിറ്റ് ചെയ്തു. 3 മാസത്തിന് ശേഷം ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനമെടുത്തു. ഇടതുപക്ഷത്തിനോടൊപ്പം ഞങ്ങൾ ചേരാനായി. അവർ സ്വീകരിച്ചു, അവരംഗീകരിച്ചു, ഞങ്ങളെ സംരക്ഷിച്ചു. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം. അങ്ങനെ പെട്ടെന്ന് പരാജയം വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സ് മാറുകയോ മുന്നണി മാറുന്ന സ്വഭാവമൊന്നും കേരള കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കൂ. അപ്പോൾ അത് കൃത്യമായി ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ ഏതെങ്കിലും കൗതുകം അവർക്ക് അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നടത്തിക്കോ. ഒരു ഒറ്റ കാര്യം കൂടി, ഈ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ നമ്മൾ രാജ്യസഭയാണ് സംസാരിക്കുന്നത്. രാജ്യസഭ ഇതാണ് സാഹചര്യം. ജോസ് കെ മാണിയാണ് പ്രതികരിച്ചത്. വിട്ടുവീഴ്ചയ്ക്കില്ല എന്നതാണ് ജോസ് കെ മാണിയുടെ നിലപാട്. കേരള കോൺഗ്രസും നിലപാട് ഉറപ്പിക്കുമ്പോൾ, കർശന നിലപാടെടുക്കുമ്പോൾ ഇടതുമുന്നണിക്കകത്തെ രാജ്യസഭാ സീറ്റ് പ്രതിസന്ധി അത് ചെറുതയല്ല, അത് പ്രതിസന്ധിയായി തന്നെ മാറുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം ജി ശ്രീജിത്ത്, ഒപ്പം ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ചർച്ച കഴിഞ്ഞു, ഈ 2 കക്ഷികളുമായുള്ള ചർച്ച അവിടെ പൂർത്തിയായെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ CPIയുടെയും കേരള കോൺഗ്രസിൻ്റെയും നിലപാട് നമ്മൾ കേട്ട് കഴിഞ്ഞു. 2 കക്ഷികൾക്കും വിട്ടുവീഴ്ചയില്ലെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ചില ധാരണകൾ, ചില ഒത്തുതീർപ്പ് ഫോർമുലകൾ ചർച്ചയായിട്ടുണ്ടാവും. പക്ഷേ അത് പരസ്യമാക്കാൻ അവർ തയ്യാറാവുന്നില്ല. എന്താണ് CPM കേന്ദ്രങ്ങളുടെ നീക്കം? ഇതിനൊരു പരിഹാരമുണ്ടാവണമല്ലോ. ക്യാബിനറ്റ് പദവിയടക്കമുള്ള മറ്റു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്ന സൂചനകളുണ്ട്. എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം CPM കണ്ടെത്തും? സജിത്ത്, അക്ഷരാർത്ഥത്തിൽ LDF നേതൃത്വം ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒത്തുതീർപ്പ് ഫോർമുല അല്ലെങ്കിൽ സമവായ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഇന്ന് ഈ ചർച്ചകൾക്ക് വേണ്ടി ഈ കക്ഷി നേതാക്കളെ ഇവിടേക്ക് വിളിപ്പിച്ചത്. പക്ഷേ CPIക്ക് വേണ്ടി ബിനോയ് വിശ്വം ആദ്യം തന്നെ ഈ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തങ്ങൾ തയ്യാറല്ല, രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ്
സമാനമായി CPM നേതൃത്വം ആ ചർച്ചയിൽ ബിനോയ് വിശ്വത്തോട് കേരള കോൺഗ്രസ് മുന്നണി വിട്ടേക്കുമെന്ന തരത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചതായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നു. പക്ഷേ ആ സൂചനകൾ നൽകുമ്പോഴും CPI ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സീറ്റ് വേണം, രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനുശേഷമാണ് ജോസ് കെ മാണിയുമായി കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികളായി ജോസ് കെ മാണി, സ്റ്റീഫൻ ജോർജുമായി മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ചർച്ച നടത്തിയത്. ആ ചർച്ചയിലും രാജ്യസഭാ സീറ്റ് എന്ന നിലപാടിൽ കേരള കോൺഗ്രസ് എമ്മും ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലമാണ്. ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ മറ്റെന്ത് പദവികൾ അതിന് പകരമായി നൽകിയാലും അതൊന്നും അംഗീകരിക്കാൻ ആവില്ല. രാജ്യസഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് തന്നെ വേണമെന്ന നിലപാട് ജോസ് കെ മാണി അസന്നിഗ്ധമായി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുന്നണി വിടുമെന്ന തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയമായ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് LDFിലേക്ക് തങ്ങൾ കടന്നു വരാനിടയായ രാഷ്ട്രീയ സാഹചര്യം UDFിൽ നിന്ന് തങ്ങളെ അന്ന് പരസ്യമായി പുറത്താക്കിയതിനെ തുടർന്നാണ് അത്തരമൊരു രാഷ്ട്രീയ തീരുമാനമെടുത്തത്. ഏതെങ്കിലും പരാജയമുണ്ടാകുമ്പോൾ വിടുന്നതല്ല മുന്നണി. അത്തരമൊരു രാഷ്ട്രീയ തീരുമാനം കേരള കോൺഗ്രസ് കൈക്കൊണ്ടിട്ടില്ല. അത് വെറും മാധ്യമ വാർത്തകൾ മാത്രമാണ്. അതാണ് ജോസ് കെ മാണി വിശദീകരിക്കുന്നത്. ഡാൻ ഒന്ന് തുടരുക. ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, നമ്മൾ മുന്നണി വിടൽ എന്ന കാര്യം നിഷേധിക്കാനുള്ള ഒരു അവസരമായി ജോസ് കെ മാണി ഇന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ വേദി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പമാണ് എന്ന് ഒന്ന് ശക്തമായി പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ നമുക്കറിയാം കേരള കോൺഗ്രസ് ആണ്, അല്ലെ പൊതു രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്, പല സാധ്യതകളുമുണ്ട്. ആ സാധ്യതകൾ അനുസരിച്ചുള്ള ചർച്ചകൾ പിന്നണിയിൽ പലതരത്തിലും പല രൂപത്തിലും നടന്നിട്ടുണ്ടാവാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ എന്ത് നിലപാടിലേക്കായിരിക്കും കേരള കോൺഗ്രസ് പോവുക? തിങ്കളാഴ്ച എന്തായാലും ഇടതുമുന്നണിയുടെ തീരുമാനം അറിയാൻ കഴിയും. മറ്റൊന്ന്, ഈ പുതിയ സാധ്യത തേടൽ സംബന്ധിച്ച് കേരള കോൺഗ്രസിൽ ഈ ചർച്ചകൾ ഏത് തരത്തിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്? അതിൻ്റെ ആലോചനകളും ചർച്ചകളും എങ്ങനെയാണ് ശ്രീജിത്ത്? സജിത്ത്, രണ്ട് തരം പ്രതിസന്ധികൾ കേരള കോൺഗ്രസ് എമ്മിനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയും ആ പാർട്ടിക്ക് അതിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന തോൽവിയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ക്രെഡിബിലിറ്റി തന്നെ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്കാണ്. ജോസ് കെ മാണിയുടെ പ്രതികരണം കേട്ടാലും അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് CPI ചില ആയുധങ്ങൾ ഉന്നയിക്കുന്നു. അതായത് CPI ഇന്ന് രാവിലെ നടത്തിയ ചർച്ചയിൽ അവർ ചൂണ്ടിക്കാട്ടിയതായി വാർത്തകൾ വന്നത് ഈ ഒരുപക്ഷെ ജോസ് കെ മാണി മുന്നണി വിട്ടേക്കാം എന്നുള്ളതാണ്. അതിന് ഇന്നലെ വന്ന BJPയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമല്ല, അതിന് മുൻപേ വലിയ സാധ്യതയോടുകൂടി പ്രചരിച്ച വാർത്ത ജോസ് കെ മാണി UDFിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ളതാണ്. അതിന് കുറച്ചുകൂടി സാധ്യതയുള്ള ഒരു സംഭവമാകുന്നത് കെ സുധാകരൻ ഉൾപ്പെടെ പല നേതാക്കൾ പലവട്ടം ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ LDF സംശയത്തോടുകൂടി കാണുന്ന ഒരു ജോസ് കെ മാണിയുടെ പാർട്ടി എന്ന നിലയിൽ അത് ഉപയോഗപ്പെടുത്താൻ CPI ശ്രമിക്കുമ്പോൾ അതിൽ തങ്ങളുടെ ക്രെഡിബിലിറ്റി, തങ്ങൾ ഒരു കാരണവശാലും മറ്റെവിടേക്കും പോകുന്നില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ജോസ് കെ മാണി വിഭാഗം എത്തുന്നു. അതിന് പിന്നാലെയാണ് BJP വെച്ച ഈ ഓഫറുമായി ബന്ധപ്പെട്ട വിവാദം കൂടി ജോസ് കെ മാണിയെ പിടികൂടുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ CPMഉം CPIയും കഴിഞ്ഞേ ഉള്ളൂ എന്തായാലും കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് പാർട്ടികളും അവരുടെ ക്ലെയിമിനെ മറികടന്നുകൊണ്ട് ജോസിനെ പരിഗണിക്കാൻ തയ്യാറാകുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ജോസിന് ഒരുപക്ഷെ ക്യാബിനറ്റ് പദവികൾ എന്തെങ്കിലും നൽകാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങി തിരിച്ച് മടങ്ങി വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു ഓപ്ഷനുകളൊന്നുമില്ല. പ്രത്യേകിച്ച് UDFിലേക്കുള്ള മടങ്ങിപ്പോക്കും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവർ ഇന്നും ആവർത്തിച്ച് പറഞ്ഞത് ഞങ്ങളെ പുറത്താക്കിയവരാണ് UDF എന്നാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി UDF നേതാക്കൾ അനുഭാവപൂർണ്ണം ഇപ്പൊ തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ളവർ പോലും വളരെ പോസിറ്റീവായാണ് ജോസ് കെ മാണിയെ സമീപിച്ചിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കെ സുധാകരൻ പറഞ്ഞെങ്കിൽ പോലും VD സതീശൻ ഞങ്ങൾ ആ ഒരു വിഷയത്തിലേക്കില്ല. അതായത് UDFിന്റെ ഡിമാൻഡ് കൂടി കേരള കോൺഗ്രസ് എമ്മിന്റെ ഡിമാൻഡ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും ഒക്കെ ചേർന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ നേട്ടമുണ്ടാക്കാം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നും UDF കരുതുന്നുണ്ട്. ആ സാഹചര്യത്തിൽ UDFിലേക്ക് വലിഞ്ഞു കയറി ചെല്ലേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അതൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. മറിച്ച് BJP ഓഫർ എന്നതിനെ കുറിച്ച് BJP ഒരു ഓഫർ വെച്ചു എന്നതിനപ്പുറത്തേക്ക് ജോസ് കെ മാണി അത് ഇപ്പോഴും
ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് എന്താകും ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം എന്നതിനെക്കുറിച്ച് പല ആശങ്കകളും അവരെ സംബന്ധിച്ചുണ്ട്. മാത്രവുമല്ല ഈ BJPക്ക് ഇപ്പോൾ ഉണ്ടായ വിജയം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാവത്തിൽ കേരളത്തിലുണ്ടായ വിജയം മാത്രമാണോ എന്നുള്ള സംശയങ്ങളെല്ലാം അവരുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ ആകെ ഒരു ആശങ്കയിലാണ്, ആശയക്കുഴപ്പത്തിലാണ് കേരള കോൺഗ്രസ് എം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ CPM-നെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടിയുള്ളത്, CPM ഒരു ത്യാഗത്തിന് തയ്യാറാകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ജോസ് കെ മാണിയുടെ പിന്തുണയുണ്ടെങ്കിൽ ഒരു പരിധിവരെ വിജയിക്കാൻ കഴിയുന്ന പല പഞ്ചായത്തുകളുമുണ്ട്. അതൊക്കെ കൂടി മുന്നിൽ കണ്ട ഒരു ദീർഘകാല സൗഹൃദം എന്ന നിലയിൽ CPM വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ. അതല്ല എങ്കിൽ കിട്ടുന്നത് ഒരു ക്യാബിനറ്റ് പദവിയാണെങ്കിൽ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് മടങ്ങേണ്ടി വരും കേരള കോൺഗ്രസ് എമ്മിന്. അതാണ് സാഹചര്യം. എന്തായാലും ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇടതുമുന്നണിയിൽ പലതരത്തിലുള്ള പ്രതിസന്ധിയായി മാറുന്നു. കാരണം ഒഴിവ് വരുന്ന 2 സീറ്റുകൾ, ആ 2 സീറ്റ് ആർക്ക് നൽകുമെന്നതാണ്. CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇതൊരു പ്രതിസന്ധിയായി തീരും. ഒരുപക്ഷെ കേരള കോൺഗ്രസ് സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ മുന്നണിയുടെ തീരുമാനം അല്ലെങ്കിൽ CPM-ന്റെ തീരുമാനം അംഗീകരിച്ചാൽ പോലും അതൊരു വിടവായി, ഒരു അകൽച്ചയായി നിലനിൽക്കുകയും അത് പിന്നീടുള്ള മുന്നണി രാഷ്ട്രീയത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുമെന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. നമുക്കിതിലേക്ക് തന്നെ മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.